കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പറയുന്ന തീയതി തീരുമാനിച്ചിരിക്കുകയാണ് കോടതി. അടുത്ത മാസം 8-ാം തീയതി കേസിൽ വിധി പറയും. അസാധാരണമായ കോടതി നടപടികൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്ന തീയതി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടത്തിൽ നടിയോടൊപ്പം എല്ലാവിധ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നത്, ആദ്യം മുതൽ ഒപ്പമുണ്ടായിരുന്നത് പി.ടി. തോമസ് ആയിരുന്നു. ആ യാത്രയിൽ ആ നടിക്ക് പി.ടി. തോമസിന് ശേഷം ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിന്തുണ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ പത്നി ഉമാ തോമസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഉമാ തോമസ് ആണ്. വലിയ നിയമ പോരാട്ടം നടന്നൊരു കേസാണ്. അതിനൊടുവിൽ ഇപ്പോൾ വിധി പറയുകയാണ്. എന്ത് തോന്നുന്നു? കുറച്ച് വൈകിപ്പോയി എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ ഡിസംബർ 8-നാണെങ്കിലും അതിൻ്റെ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും അത് നടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് വലിയ രീതിയിൽ മൊഴിയെടുക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. പി.ടി. തോമസ് തന്നെ 3 ദിവസം ഇതിനായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊഴിയെടുക്കാനായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെ ഒരു വിധി ഇതിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പി.ടി. തോമസിൻ്റെ ഒരു പങ്ക് അത് നമുക്ക് ഒരു തരത്തിലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. വളരെ വലിയ നിയമ പോരാട്ടത്തിന് അദ്ദേഹവും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ ഡിസംബർ 8-ന് വിധി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെയായിരുന്നു. അന്ന് പി.ടി. അനുഭവിച്ച വേദന ഞാൻ ഇന്നും പ്രത്യേകം ഓർക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ അന്ന് പി.ടി. രാത്രി വീട്ടിൽ വന്നൊന്ന് കിടന്നതാണ്. അപ്പോഴാണ് ഒരു ഫോൺ വന്നിട്ട് ഒരു അത്യാവശ്യമായിട്ട് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞത്. സാധാരണ എവിടെയാണെന്ന് പറയാറുണ്ടെങ്കിലും അന്ന് എവിടെയാണെന്ന് പറയാതെ ഉടനെ വരാം, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പോയിട്ട് വന്ന ശേഷം പി.ടി. സ്വന്തം മകൾക്ക് ഒരു അപകടം സംഭവിച്ചതുപോലെയാണ്. വളരെയധികം വിഷമത്തോടു കൂടി അദ്ദേഹം അന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. രമേശ് ചെന്നിത്തല നടത്തിയ ഉപവാസത്തിലാണ് അദ്ദേഹം ഈ വിവരം പോയി പറയുകയും അത് ഡിസ്ക്ലോസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. എന്തായാലും വൈകിയാണെങ്കിലും ആ കുട്ടിക്ക് നീതി കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് പി.ടി. തോമസിനുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത്തരത്തിൽ ഏത് നിലയിലുള്ള സമ്മർദ്ദമായിരുന്നു? ഭീഷണിയും മറ്റു കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു പി.ടി.? അങ്ങനെയല്ല, സ്വാഭാവികമാണല്ലോ. പി.ടി. ചിലപ്പോൾ ഒരു പ്രശ്നത്തിൽ പെടണ്ട എന്നുള്ളത് ഓർത്തിട്ടായിരിക്കും. പി.ടിയുടെ സ്നേഹിതരൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരുപാട് സ്ട്രോങ് ആവണ്ട എന്നുള്ള രീതിയിലുള്ള നിലപാട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും പി.ടി. ആകെ അവരോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ പ്രത്യേകം ഓർക്കുന്നത്. ഞാനൊന്നും കൂട്ടി പറയില്ല, പക്ഷേ കുറച്ച് പറയാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആക്ച്വലായിട്ട് നടന്നത് ഞാൻ അവിടെ അറിയിച്ചിരിക്കും എന്ന് തന്നെ പറഞ്ഞു. ഈ 3 ദിവസം മൊഴിയെടുത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്ത രീതിയിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നടിയും ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത്. ഈ ചോദ്യം ചെയ്യുന്ന വേളയിൽ സത്യത്തിൽ ഇല്ലാതായി പോകാനായിട്ട് പോലും തോന്നിയിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചത് കാരണം അമ്മ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാതിരുന്നത് എന്ന് പറഞ്ഞു. അതായത് അത്രയ്ക്കും മനുഷ്യനെ സമ്മർദ്ദമാക്കുന്ന രീതിയിലുള്ള ഒരു മൊഴിയെടുക്കലാണ് നടത്തിയത്. ചോദ്യം ചെയ്യൽ എങ്ങനെ വേണേ ആവാം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ വക്കീലന്മാർ പറയുമ്പോൾ പി.ടിയോട് പോലും അത്തരം രീതിയിൽ പി.ടി. ആ ഗൗണിട്ട ആളാണെന്ന് പറഞ്ഞ് പ്രത്യേകം തിരിച്ചു പറയുകയും ചെയ്തതാണ്. അതൊക്കെ ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. പി.ടിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി അറിയാമോ ഏതെങ്കിലും തരത്തിൽ? അതിലൊന്നും പി.ടി. ഒരു നിലപാടെടുത്താൽ ഉറച്ചു നിൽക്കുന്ന ആ നടിക്ക് തന്നെ ഏറ്റവും സഹായം കൊടുത്തതും അതുപോലെ തന്നെ അപ്പം തന്നെ IG-യെ വിളിച്ച് വിവരം അറിയിക്കുകയും അദ്ദേഹം തീവണ്ടിയിൽ യാത്രയിലായിരുന്നു. പി.ടിയുടെ ഫോണിലാണ് IG-യെ വിളിച്ചിട്ട് നടിക്ക് ഡീറ്റെയിൽസ് പറയാനായിട്ട് ഫോൺ കൊടുത്തത് ആ ദിവസം എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നീതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇനി ഒരാൾക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാനും അച്ഛൻ്റെ വാത്സല്യത്തോടു കൂടി ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് പി.ടി. സഹായിച്ചു എന്നുള്ളത്, ധൈര്യം കൊടുത്തു എന്നുള്ളത് വലിയ സന്തോഷമാണ്. 12 സാക്ഷികളാണ് കൂറുമാറിയത്. പക്ഷേ ഉറച്ചു നിന്ന പല സാക്ഷികളുമാണ് ഈ നിയമ പോരാട്ടത്തിൽ ഈ വിധി ദിനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്, അതായത് ഡിസംബർ 8-ലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്.
അതാണ് സമ്മർദ്ദമൊക്കെ ചിലപ്പോൾ സമ്മർദ്ദത്തിൽ വഴങ്ങുന്നവരുണ്ടാവും, സമ്മർദ്ദത്തിൽ വഴങ്ങാത്തവരും ഉണ്ടാവും. പി.ടി. തോമസ് എന്തായാലും അടിയുറച്ച ഒരു നിലപാടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എല്ലാം തന്നെ അദ്ദേഹത്തിന് അറിയാവുന്നത് പറഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്തായാലും 8-ാം തീയതിയാണ് വിധി വരുന്നത്. വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തി, നിയമ പോരാട്ടങ്ങളിൽ ഒരുപാട് പേർ ഭാഗമായി പലതരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചു. അങ്ങനെ ഒടുവിൽ ഈ കേസിൽ അടുത്ത മാസം 8-ാം തീയതി വിധി പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.